ഹലോ ഫ്രണ്ട്സ്, ആമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് നല്ല വെയിലാണ് ഇപ്പോൾ 1-2 ദിവസമായിട്ട്. അപ്പം കുറേ ചെടികളുടെ കുറേ പണികൾ ഞാൻ ഇന്നായിട്ട് തീർത്തു. ഇന്നലെ കുറേ തുണികളെല്ലാം അലക്കിയതെല്ലാം ഉണക്കിയെടുക്കലും അങ്ങനെ എന്തെല്ലോ പണി ഇന്നലെ ചെയ്തു. ഇന്ന് കുറച്ച് ചെടികളെ എടുത്ത് റിപ്പോർട്ട് ചെയ്തു. കുറച്ച് കലാത്തിയേനെ റിപ്പോർട്ട് ചെയ്തു, കുറച്ച് ബിഗോണിയേനെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ഇന്നത്തേത് കാണുന്നത്. നിങ്ങളിതിന് മുമ്പും എൻ്റെ റിപ്പോർട്ടിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇന്ന് ഞാൻ കുറച്ച് ചകിരിച്ചോറ് ചേർത്തു റിപ്പോർട്ടിങ്ങിൽ. കാരണം ഇത് മണൽ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മാത്രം ചകിരിച്ചോറ് ചേർത്തിട്ടാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒരു 3-4 പ്ലാന്റ് പോട്ടെടുത്ത് ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം ഞാൻ ഇല കുത്തിയിട്ട് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇല കുത്തി വെച്ച് അതിൽ നിന്ന് കിളുത്തുന്ന ഓരോ പോട്ടിലും വെച്ച് കിളിർപ്പിച്ചെടുത്തതാണ്. അപ്പം ഞാൻ ഓരോ ചെടിയും അപ്പോൾ ആ പോട്ട് ഏകദേശം ചെറിയ ചെറിയ പോട്ടിൽ വെച്ചതുകൊണ്ട് ആ പോട്ടെല്ലാം നിറഞ്ഞതുകൊണ്ട് ഞാനതെല്ലാം മാറ്റിയിട്ട് പുതിയ പോട്ടിലേക്ക്, കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചു. അപ്പം ഇപ്പോഴും എനിക്ക് മനസ്സിലായത് കാര്യം എന്ന് പറഞ്ഞാൽ ബിഗോണിയൊക്കെ വെള്ളം ആവശ്യമാണ്. ഇപ്പം ഞാൻ ആ ഓരോ പോട്ട് ഇപ്പോൾ 2-3 ദിവസമേ ആയി വെയിൽ വന്നിട്ട്, ഇന്നാണ് കുറച്ച് നല്ല വെയിലുണ്ടായത്. ആ റീപോട്ടിങ്ങിനായി അത് ഞാൻ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ വേരിനെല്ലാം വെള്ളമെല്ലാം കുറഞ്ഞ് ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ബിഗോണിയക്ക് വെള്ളം നല്ലപോലെ ആവശ്യമാണ്. വെള്ളം ഇല്ലെങ്കിൽ ബിഗോണിയക്ക് വാട്ടം തട്ടും. അതുകൊണ്ട് പിന്നെ മഴ കിട്ടിയാലും ബിഗോണിയ ഒന്ന് നശിച്ചു പോവില്ല. പക്ഷേ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കണം. ഇതെല്ലാം ഞാൻ കുറേയെല്ലാം റിപ്പോർട്ട് ചെയ്തെല്ലാം ഞാൻ ഒരു ഭാഗത്തേക്ക് വെച്ചു ചെടീനെ. നല്ല ഭംഗിയില്ലേ അല്ലേ ബിഗോണിയനെ കാണാൻ? ബിഗോണിയ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഷീറ്റെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിന്. ഇന്ന് വെയിലല്ലുള്ളതുകൊണ്ട് ഷീറ്റെല്ലാം മര്യാദക്ക് എല്ലാം കെട്ടിക്കൊടുത്തു. ബിഗോണിയയിൽ ഇപ്പോൾ ഷീറ്റിൻ്റെ അടിയിലായി. കുറച്ചുകൂടി ചെടികൾ ഞാൻ ഷീറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. ബിഗോണിയനെ കൂടാണ്ട് കുറച്ചുകൂടി ചെടികൾ വെക്കാനവിടെ സൗകര്യമുണ്ടായി. അവരെല്ലാം എടുത്ത് ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പം ഇനി അധികം മഴ നനയില്ല ബിഗോണി. എന്നാലും ആവശ്യത്തിനുള്ള മഴ കിട്ടുകയും ചെയ്യും, അധികം മഴ നനയാതെ വളരുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കുത്തി വെച്ചതാണ്. അതാണ് ചെടിയുടെ സ്റ്റെമ്മിന് നീളം കൂടുന്നതനുസരിച്ച് ചെടി അതാണ് അധികം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ ഒടിഞ്ഞ പോലെ കണ്ടത്. അപ്പം എൻ്റെ ബിഗോണിയ ചെടികളെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അധികം ഇല കുത്തി വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പം അത് നല്ല ബുഷി പോട്ടാകുമ്പോഴാണ് ഞാൻ ആ പോട്ട് മാറ്റിയിട്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് ആക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ.